കലൂര് നമ്മള് ആദിയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് കുറെ പിള്ളേർ അടി കൂടുന്നുണ്ട്. ഈശ്വര ഈ അടി കൂടുന്ന സ്ഥലത്ത് ആദി പോയിട്ട് ഇടപെടാൻ പോവുക. അപ്പൊ ഞാൻ വരാന്ന് പറഞ്ഞ വേണ്ട, എന്നെ തള്ളി നിർത്തി. ഇയാൾ അറിയാലോ, മറ്റേ പണ്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ആ അടിയിട്ട് അവിടെ പോയിട്ടെ അമ്മമാരുടെ മുമ്പ് പോയി നിന്ന് കൊടുക്കുക ഇങ്ങനെ, എന്നിട്ട് അവന്മാരോട് വർത്താനം പറയാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ആദ്യം വന്നപ്പോ ചോദിച്ചു, ആദ്യം മെന്റലിസം ഇല്ലെങ്കിൽ മനസ്സിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണോ അതേ ഒരു ഹ്യൂമൻ ആയതുകൊണ്ടോ എന്തിനാ ആ അടിയിൽ പോയി പങ്കെടുത്തേ? ഞാൻ തല്ലിയൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല തല്ലിയില്ല. അതെന്താ അറിയോ, പക്ഷെ തല്ലി കിട്ടുമല്ലോ, അമ്മയുടെ കയ്യിൽ എന്തുണ്ടെന്ന് അറിഞ്ഞു. അതൊന്നും പറ്റില്ല. എനിക്ക് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് ഒരു കുറെ കുട്ടികളാണ്, എല്ലാം പഠിക്കുന്ന പോലത്തെ കുട്ടികളാണ്. ആൻഡ് ഇറ്റ്സ് എ റിയൽ ബിഗ് ഇഷ്യൂ. ബ്ലഡ് ഒക്കെ ഒലിച്ചിട്ട് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, ബൈക്കിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഇതൊരു ഞാൻ രേഷടാ ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ ആ പ്രശ്നം തീർത്ത് കാണിച്ചാട്ടെ. അവർ അതിന് ശേഷം ഇത് വേണ്ടത്തെ വെള്ളി പിടിക്കും. നമുക്ക് രസമല്ലേ. ഞാൻ അവിടെ പോയിട്ട് അവരോട് സംസാരിച്ചു. നമ്മളൊരു ആങ്കർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ ഉപദേശം ഒന്നും കേൾക്കാനുള്ള ഇതൊന്നും ആയിരിക്കില്ല. പക്ഷേ ദർ ആർ സം സെർട്ടൻ ടെക്നിക് നമുക്ക് ആ സാഹചര്യം കൺട്രോളിൽ എടുക്കാമെന്ന് പറയും അല്ലേ. അപ്പം അത് ആ ഒരു മാഗ്നറ്റിസം ഉദ്ദേശിച്ചിട്ടാണ് ഇടപെട്ടത്.